പാലക്കാട് ഒരു തികഞ്ഞ വർഗീയത മാത്രം പറഞ്ഞിരുന്ന ഒരാൾ ആ പറഞ്ഞ നിലപാടുകളൊന്നും തിരുത്താതെ നേരെ കോൺഗ്രസിൻ്റെ ഓഫീസിൽ വന്നിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പത്രസമ്മേളനം നടത്തി വി.ഡി. സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ധാർഷ്ട്യത്തെക്കുറിച്ച് കൃത്യമായി തെളിവുകൾ സഹിതം പറഞ്ഞപ്പോൾ എന്നെ വി.ഡി. സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞത്, വി.ഡി. സതീശനെതിരെ പറഞ്ഞത് തിരുത്തിയാൽ 1 മണിക്കൂറിനകം നമുക്ക് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എനിക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അത് തിരുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെയും മഹാത്മാഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും അതിരൂക്ഷമായ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ഒരാൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ കൊന്നു തീർക്കണം എന്ന BJP-ക്കാർ പോലും അംഗീകരിക്കാത്ത വർഗീയത വിളമ്പിയ ഒരാൾ, അയാളുടെ നിലപാടുകൾ തിരുത്താതെ അയാളുമായി ചർച്ച നടത്തുന്നു, കോയമ്പത്തൂരിലേക്ക് വിനോദയാത്ര പോകുന്നു, ചായ വാങ്ങിച്ചു കൊടുക്കുന്നു, എല്ലാം കഴിഞ്ഞ് KPCC ഓഫീസിൽ വന്ന് മാലയിടുന്നു, അയാളെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പത്രസമ്മേളനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാനും സരിനും ഒരു പത്രസമ്മേളനം നടത്തി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, പറഞ്ഞ നിലപാട് പരസ്യമായി തിരുത്തിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ്. എന്നാൽ തികഞ്ഞ വർഗീയത, ഇവിടുത്തെ BJP-ക്കാർ പോലും അംഗീകരിക്കാത്ത വർഗീയത പറഞ്ഞ ഒരാൾ ആ നിലപാട് തിരുത്തിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയാനുള്ള നട്ടെല്ല് വി.ഡി. സതീശന് ഇല്ലാതെ പോയി എന്ന് ഈ പാലക്കാട്ട് ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയാണ്. ഞാൻ ഇന്നലെയും ഇന്നുമായി ഈ പാലക്കാട്ടെ നിരവധിയായ ജനങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം സ്വീകരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നോടൊരു അധ്യാപിക പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെയൊക്കെ പ്രാണികൾ എന്ന് പറഞ്ഞ് ആട്ടിപ്പറഞ്ഞയക്കുകയും വിഷപ്പാമ്പിനെ എടുത്ത് തോളിലിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് പാലക്കാട്ടെ ജനങ്ങൾ കണ്ടത്. ആ വിഷം തീണ്ടി കോൺഗ്രസ് മൃതി അടയുന്ന കാഴ്ച ഈ പാലക്കാട് കാണാൻ പോകുന്നു എന്നാണ് ഈ പാലക്കാട്ടെ വോട്ടറായ തികഞ്ഞ സെക്യുലറായ മതേതരത്വവാദിയായ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞത്. ഈ രീതിയിൽ പാർട്ടിക്കകത്ത് നിലപാട് പറയുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞയക്കുന്നു, എന്നിട്ട് തികഞ്ഞ വർഗീയവാദികളെ എടുത്ത് തൊട്ടടുത്തിരുത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് ഈ പാലക്കാട്ടെ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ദിവസം ജനങ്ങളിൽ നിന്ന് കിട്ടിയ ആ റിപ്പോർട്ട് ജനങ്ങളുമായി, പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ കണ്ടത്.